പക്ഷേ ഇതിനൊരു വഴിയുണ്ട്. രാത്രിയുടെ 3-ാം യാമത്തിൽ പൗർണമി നിലവിന്റെ ഉച്ചിയിൽ വെലിക്കല്ലിനരികിൽ ഒരു വ്യക്തി പ്രത്യക്ഷപ്പെടും. അയാളുടെ പുക്കിളിലെ ചോര നിങ്ങൾ കുടിക്കും. എടാ മുകളിൽ 3 നിൽക്കുന്നുണ്ടോ? അതാണ് 3-ാം യാമം. എടാ ഞങ്ങൾ UK യിലുള്ളവരൊക്കെ ഉണ്ടല്ലോ, ഈ സ്ട്രോ വെച്ച് കുടിച്ച് ശീലിച്ചവരാ. മാൻ ബാ. എടാ മറ്റേ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു വേണം, അതിന്റെ മൂവ്മെന്റാ. ബാ ചേട്ടാ, എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. എടാ നമ്മളൊക്കെ ആണുങ്ങളിലൂടെ കല്യാണം കഴിക്കണ്ടോടോ. അത് ശരിയാ, ചേട്ടൻ കേട്ടിട്ടാണ് എനിക്ക് കേട്ടൻ. എടാ തോണ്ട് നിൽക്കുന്ന നമ്മുടെ മറ്റേ ആള്. ആ ശരിയാ, ലൊക്കേഷൻ കറക്റ്റ്. എടാ പുള്ളി ഇപ്പൊ അവിടെ നിന്ന് മൂത്രം ഒഴിക്കാൻ തോന്നുന്നു. നമുക്ക് ഈ സമയം കൊണ്ട് പുറകെ കൂടെ പോയി പിടിച്ച് ചോര കുടിച്ചാലോ? കുടിക്കാം. ഏതോ പോന്ന് നമുക്ക് ഫോളോ ചെയ്യാം. ചേട്ടാ, ഇങ്ങനെ നടക്കുന്നേ. I think he's handicapped. Yes. Yeah. ഹലോ. സാറേ, ഇതെന്താ ഗുണക്കേവോ? എവിടെ എടാ ഇതെന്താ വേറെ ടേസ്റ്റ്? നിർത്തടാ, എല്ലാത്തിനും പരിഹാരമുണ്ട്. ജോത്സ്യർ എവിടെ? നിങ്ങളോട് ഞാൻ ബലിക്കലിൽ പോകാനല്ലേ പറഞ്ഞത്? എന്തിനാ എന്റെ പുറകെ വന്നത്? ജോത്സ്യം പറഞ്ഞ ലൊക്കേഷൻ അനുസരിച്ചാ വന്നത്. അതിന് നോം നിങ്ങൾക്ക് ബലിക്കലിന്റെ ലൊക്കേഷൻ അല്ലേ അയച്ചത്? നോക്കട്ടെ. മൃത്യുങ്കരി, നോം അബദ്ധത്തിൽ നോമിന്റെ ലൈവ് ലൊക്കേഷൻ അയച്ചു പോയി. അത് പറ, അല്ലാണ്ട് ഞങ്ങൾക്ക് ലൊക്കേഷൻ തെറ്റിയൊന്നുമില്ല. അല്ല സ്വാമി, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിപ്പോ എങ്ങനെ, ഇതിനൊരു പരിഹാരം എന്താണ്? നീ ഇങ്ങോട്ട് വരിക, നോം പോകുന്ന വഴിക്ക് അതിനുള്ള പരിഹാരം പറഞ്ഞു തരാം. അല്ല സ്വാമി എന്തിനാ ഇവിടെ വന്നത്? അത് നോമിന് ഉണ്ടായിരുന്ന ഒരു മുജ്ജമ പാപം പൊക്കളിലാണല്ലേ? അല്ല, പ്ലക്കല.